ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭയമില്ല, ഒരു പേടിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഊതിയിട്ട് അർത്ഥം പറഞ്ഞു തരുമ്പോൾ നിസാരമാണ്, പരിഹാസമാണ്. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഴുത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ മാറൂല, ഞങ്ങൾ ഇങ്ങനെയാണ്, അള്ളാഹു തന്ന ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്, നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നവരെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടന്നോ, എനിക്കൊന്നുമില്ലടോ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും തിന്നാ കുടിക്കാ, പടച്ചവരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അള്ളാന്റെ ഖുർആനിലെ അവസാനത്തെ ആയത്ത് നീ മറക്കരുത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഏതാണെന്ന് പഠിച്ചവനാ. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഖുർആനിലെ ഒന്നാമത്തെ ആയത്താണ്. ഇനി അവസാനത്തെ ആയത്ത് ഇനി അവസാനത്തെ ആയത്തേതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ അവസാനത്തെ ആയത്ത് മറക്കല്ലേ വാപ്പാ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടക്കുന്നവരോട് പറയുകയാ, നിങ്ങളൊരായത്ത് മറക്കല്ലേ, നിങ്ങളൊരായത്ത് മറക്കല്ലേ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്ത് മറന്നാലും ഇത് മറക്കരുത് വാപ്പാ, പെങ്ങളെ, ഉമ്മ. ഏതായത്ത് മറന്നാലും ഈ ആയത്ത് മറക്കരുത്. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? എടാ, ഓം തോടിയാൽ എവിടെ വരെ ഓടും ചെറുപ്പക്കാരാ? അങ്ങനെ ഒരു പഴം ചൊല്ലുണ്ടല്ലോ. അള്ളാഹു ചോദിക്കുകയാ, നീയൊക്കെ എവിടെ പോകാനാ? നീയൊക്കെ എവിടെ പോകാനാ? നീയൊക്കെ എവിടെ പോയാലും അവസാനം എന്റെ മുമ്പിൽ വരുമല്ലോ. നിന്നെ ഞാൻ എൻ്റെ മുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അന്ന് ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. എന്റെ കലാമിനെ പരിഗണിക്കാത്തവന്, എന്റെ കലാമിനെ നിസാരമാക്കിയവന് അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമോ. ഭയാനകമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുകയാ, നീയൊക്കെ പോയ അവിടെ വരെ പോകാനാ? അവസാനം എൻ്റെ മുമ്പിൽ തന്നെ വരും. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാ. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ ആയത്ത് അങ്ങോട്ട് കേട്ടോണം, പേടിച്ചോണം. കരയണമെങ്കിൽ കരഞ്ഞോ, ഓടണമെങ്കിൽ ഓടിക്കോ, എന്തു വേണമെങ്കിലും ചെയ്തോ. നിനക്കല്ല തരുന്ന 10 ശിക്ഷ. കള്ളു കുടിച്ചവന്റെയും വ്യഭിചരിച്ചവന്റെ ഒക്കെ കാര്യം പോട്ടെ, ഓന്റെ കാര്യം നമ്മൾ എന്താ ചർച്ച ചെയ്യാനാ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തേ ഇവിടെ ഇന്ന് കള്ളു പാവോ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ചോദിക്കും. കള്ളുകുടിയന്മാരെയും വ്യഭിചാരികളെ കുറിച്ച് ഞാൻ പറയില്ല എന്ന് പറയാനുള്ള കാരണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാ. തെറ്റും ശരിയും മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. തെറ്റും ശരി ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 20 കൊല്ലം മുമ്പ് പ്രായമുള്ള വാപ്പമാരൊക്കെ ഇരിക്കുന്നല്ലോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലം അങ്ങനെ ചിന്തിക്ക്. 20 കൊല്ലം മുമ്പ് ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വന്നിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? നിങ്ങൾ പറയടോ, കുടിക്കുവോ? കുടിക്കത്തില്ല. കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളിക്കകത്ത് കയറുവോ? കയറൂല. വ്യഭിചരിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളി നിസ്കരിക്കാൻ വരുമോ? ഇല്ല. നിസ്കരിക്കാൻ വരുന്നപ്പം വ്യഭിചരിക്കാൻ പോവോ? ഇല്ല. പലിശ കച്ചവടം നടത്തുന്നപ്പം പള്ളി വരൂല, പള്ളി വരുന്നപ്പം പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇപ്പോ
പേവെള്ളം അടിച്ചിട്ട് ഓടയിലും കിടക്കും, നിസ്കരിക്കാൻ പള്ളിക്കകത്തും വന്നിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? വെള്ളമടിക്കുന്നവൻ പള്ളിക്കകത്ത് വരത്തില്ലേ? അവൻ വെള്ളമടിക്കുന്നുകൊണ്ട് നിസ്കരിക്കാൻ വരുന്നുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പിന്നെ പലിശയെക്കുറിച്ച് പറയാതിരിക്കല നല്ലത്. സാധാരണ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട്. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന്. പള്ളിയിലെ ഉസ്താദ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നോ, ഇത് ആർക്കാ അള്ളാഹ് ഞാൻ ചെയ്യണേ? കാരണം എന്തേ? സദ്യ ഉണ്ണാനിരിക്കണ പോലെ പലരും ഇരിക്കണേ, കൈപോലും പൊക്കത്തില്ല, ആമീനിന്റെ ശബ്ദം പോലും കേൾക്കത്തില്ല. എന്തൊരു നിശബ്ദതയാണെന്നറിയോ? ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ പൊതുയോഗത്തിൽ പോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ഉസ്താദ് തന്നെ ഇങ്ങനെ തോന്നുക, അള്ളാഹ് ആർക്കല്ല ഞാൻ ദുആ ചെയ്യണേന്ന്. പക്ഷെ ഒരു ദിവസം ഉസ്താദ് നോക്കുമ്പോ പതിവില്ലാതെ ഒരു ആമീൻ കേൾക്കുന്നു പള്ളിയിൽ. ആമീൻ ആമീൻ ആമീൻ. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അള്ളാഹ് ഈ ആമീൻ പറയണേ? ഉസ്താദ് പറയുന്ന പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു സഹോദരൻ 1ാമത്തെ സഫിൽ ഇരുന്നിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ പറയാ. ഉസ്താദ് പറയണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, ആമീൻ. സ്വർഗം തരണേ അല്ല, ആമീൻ. പടച്ചവനെ നല്ല മരണം കൊടുക്കണേ അല്ല, ആമീൻ. ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദ് ഓനെ ഒന്ന് നല്ലതുപോലെ നോക്കി. ഈ കൈപൊക്കി പിടിച്ചുകൊണ്ട് 1ാമത്തെ സഫിലിരുന്ന് ആമീൻ പറയുന്ന മനുഷ്യന് ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട്, നാളെയാണ് 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 ഓണ ബമ്പർ ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടുണ്ടവൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവൻ ആ പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നേ. എടോ, ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടാണ് അവൻ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് ആമീൻ പറയുന്നേ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖതീബിന് കള്ളുകുടിയെക്കുറിച്ചോ വ്യഭിചാരത്തെക്കുറിച്ചോ പലിശയെക്കുറിച്ചോ പ്രസംഗിക്കാൻ പോലും പറ്റൂല പള്ളിക്കകത്ത്. ഉസ്താദ് എങ്ങാനും കള്ളുകുടിയെക്കുറിച്ച് പ്രസംഗിച്ച വെള്ളിയാഴ്ച പള്ളിക്കകത്ത് ഇരിക്കുന്നവൻ പറയും, അളിയ ഇതെനിക്കുള്ളതാടാ, ഇതെന്നെ ഉദ്ദേശിച്ചാടാ, ഇതെനിക്കിട്ടുള്ള പണിയാ. പള്ളിക്കകത്തിരിക്കുന്നവൻ പോലും പറയുന്ന കാലം. കാരണം മനുഷ്യന്മാരങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ പോകട്ടെ. ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, നിസ്സാരമാക്കുന്നവരുണ്ട്. ഇത് നിസ്സാരമാക്കാനുള്ളതല്ല, നീ പേടിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 1ാമത്തെ ശിക്ഷ എന്താ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില മക്കൾ ഉസ്താദന്മാരെ കാണുമ്പോൾ പറയാറുണ്ട്, ഉസ്താദെ, എൻ്റെ വാപ്പായ്ക്ക് 55 വയസ്സായി, 60 വയസ്സായി, മുടി നരച്ചു, തൊലി ചുളുങ്ങി, രോഗിയാ, എന്നിട്ട് എൻ്റെ വാപ്പാടെ സ്വഭാവം മാറിയിട്ടില്ല ഉസ്താദെ. എൻ്റെ വാപ്പ നന്നാകുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല. 18കാരന്റെ ജീവിത വാപ്പ ഇപ്പോഴും നന്നാകുന്നില്ലടോ. പ്രായം ചെന്നിട്ട് പോലും എൻ്റെ ഉപ്പ നന്നാകുന്നില്ല. പെൺകുട്ടികൾ ഉമ്മയെ കണ്ടിട്ട് ചോദിക്കുന്നു, ഉസ്താദെ, 50ഉം 55ഉം വയസ്സായിട്ട് മരണത്തിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എൻ്റെ ഉമ്മ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് TV-യുടെ മുമ്പിലാ. നാവെടുത്ത നല്ലതേ പറയത്തുള്ളൂ ഉമ്മ. നാവെടുത്തു കഴിഞ്ഞാൽ ഏഷണി പരദൂഷണം ഉപദേശിക്കാൻ ചെന്നാ പടച്ചവനെ പ്രാവുകയാ. ഉമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. മക്കൾ തന്നെ പറയുന്നു ഉപ്പയും ഉമ്മയും നന്നാകാൻ ദുആ ചെയ്യാൻ. ഇതേപോലെ തന്നെയാണ് 15ഉം 20ഉം വയസ്സുള്ള കുട്ടിയെ കുറിച്ച് വാപ്പ പറയുകയാ, എന്തു പറ്റി എൻ്റെ മോന്? അല്ലാഹുവേ, എന്തു പറ്റി പടച്ചവനെ? പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ തല്ലാൻ തയ്യാറാകുന്നു, കണ്ണുനീര് കുടിപ്പിക്കുന്നു. എന്തു പറ്റി? മരണവും ഖബറും നരകവും പറഞ്ഞു കൊടുത്തിട്ട് പോലും എൻ്റെ മക്കൾ നന്നാകുന്നില്ലല്ലോ. എന്താണ് എൻ്റെ മകന് പറ്റിയത്? എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയത്? സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ നാട്ടിലെ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ വെച്ചൊരു ചെറുപ്പക്കാരനുമായി പരിചയമാവുകയാണ്. പരിചയം പിന്നെ പ്രണയത്തമായി. പ്രണയം തലയ്ക്ക് പിടിച്ചു. അവസാനം അവനില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം അനുവാദമില്ലാതെ ഇറങ്ങിപ്പോവുകയാണ്. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവളെ അവസാനം പിടിച്ചുകൊണ്ട് വരികയാണ്. ആ പെൺകുട്ടിയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നോ. കയ്യിൽ കെട്ടിയപ്പോ 4 തല്ല് കൊടുക്കുകയാണ്. കൂടപ്പിറപ്പുകൾ തന്റെ പൊന്നാര സഹോദരിയെ തല്ലുമ്പോ
9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് പറയുന്നു, എന്റെ മകളെ തല്ലരുത്, ഒരാള് പോലും എന്റെ പൊന്നുമോളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ അവനെ നമുക്ക് വേണ്ട, അവൻ നമ്മുടെ മതമല്ല, അവനെ നീ മറക്കണം മോളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് തന്റെ പൊന്നുമകളോട് യാചിക്കുകയാണ്. അനക്കമില്ലടോ, ആ പെണ്ണിന്റെ തീരുമാനത്തിൽ അനക്കമില്ല, ഒരു മാറ്റവുമില്ല. ഉമ്മ പരാജയപ്പെട്ടു. എന്നും തല ഉയർത്തി നടന്നിരുന്ന ജന്മം കൊടുത്ത പിതാവ് തന്റെ പൊന്നാരമകളുടെ മുമ്പിൽ നിറഞ്ഞു കഴുതാ അതാ കലങ്ങിയ കണ്ണുകളുമായി കിടന്നു വരികയാ. മോളെ, ഉപ്പാന നാണം കെടുത്തരുത്, ഇനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്താൻ കഴിയില്ല. നിന്റെ കൂടപ്പറപ്പുകൾക്ക് ഒരു നല്ല ജീവിതം ഇനി കിട്ടൂല. നീ ഇറങ്ങിപ്പോയാ കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എന്റെ പൊന്നുമോള് വാപ്പ പറയുന്നത് കേൾക്കണേ, അവനെ മറക്കണേ. ഇല്ല വാപ്പാ, വാപ്പ പരാജയപ്പെടുകയാ. പിന്നെ കൂടപ്പറപ്പ് വന്നോ, കുടുംബക്കാര് വന്നോ, കാരണവന്മാര് വന്നോ, അല്ലാഹുവേ അയൽവാസികൾ വന്നോ, മഹല്ല കമ്മിറ്റിക്കാര് വന്നോ. ആരൊക്കെ ഉപദേശിച്ചിട്ടും അവള് നന്നാകുന്നില്ല. അവസാനം പള്ളിയിലെ ഇമാമ് വന്നു. ആ പെണ്ണിനോട് നരകവും ഖബറും ശിക്ഷകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാ. ഉസ്താദ് പറഞ്ഞു, മോളെ, അല്ലാഹനെ മറന്നുകൊണ്ടിറങ്ങി പോകരുത്, നിന്റെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും, നിന്റെ ആഖിബത്ത് മോശമായി പോകും. നരകമുണ്ട് മോളെ, ഖബറുണ്ട് മോളെ, പരലോകമുണ്ട് മോളെ, മസ്റയുണ്ട് മോളെ. ഉസ്താദ് ഇങ്ങനെ പലതും പറഞ്ഞു കൊടുത്തു. പക്ഷേ അവസാനം ആ പ്രിയപ്പെട്ട പെണ്ണിറങ്ങി പോവുകയാണ്. കോടതിയുടെ വരാന്തയിൽ കേസ് ചെന്നു. ജഡ്ജി ചോദിക്കുന്നു, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, 18 ദിവസം മുമ്പ് പരിചയപ്പെട്ടവനെ വേണോ? ആ പെണ്ണൊരു മടിയുമില്ലാതെ പറയുകയാ, എന്റെ ഉപ്പാനെ എനിക്ക് വേണ്ട, എന്റെ ഉമ്മാനെ എനിക്ക് വേണ്ട, അവരുടെ കൂടെ എന്നെ വിടല്ലേ, എനിക്കെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം, എനിക്കെന്റെ ചേട്ടന് മതിയെന്ന് പറഞ്ഞ് കാമുകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇറങ്ങി പോകുമ്പോ മാതാവ് കരയുകയാ, പിതാവ് കരയുകയാ, കൂടപ്പറപ്പ് കരയുകയാ. എല്ലാവരും യാചിച്ചിട്ടും അവളുടെ മനസ്സു മാറുന്നില്ലല്ലോ. ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എന്റെ മോൾക്ക് എന്തു പറ്റി പടച്ചവനെ, ഇവളിങ്ങനായിരുന്നില്ലല്ലോ, എന്തേ ഇവളുടെ ഹൃദയം കരിമ്പാറയ പോലെ ആയി പോയത്? അതിന്റെ കാരണമാണോ ഞാൻ പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. സിറാജ് പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരിക്കലും നന്നാകില്ലടോ. അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, ഈമാനിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഒരിക്കലും കേറൂല. അല്ല എഴുതി എങ്ങ് തെള്ളുകയാണ്, അല്ലാഹു എഴുതി തെള്ളുകയാണ്. നിന്റെ മകനോട്, നിന്റെ മകളോട് എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്തതിന്റെ കാരണം എന്താ?
വാപ്പ നന്നാകാത്തത്, പ്രായം ചെന്ന ഉമ്മ നന്നാകാത്തത്, അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ഉപദേശിക്കുന്നത് അവര് കേൾക്കൂല. നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും അവര് കേൾക്കൂല. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവന്റെ ചെവി അല്ലാഹു അടച്ചു കളയും, അവന്റെ ഹൃദയം അല്ലാഹു അടച്ചു കളയും, അല്ലാഹു സീല് വെക്കും. ഫലമ്മാ സാഗൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു സീല് വെച്ച പിന്നെ ആർക്കാ പൊട്ടിക്കാൻ പറ്റുക? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഒരിടത്ത് സീല് വെച്ചാൽ ആ സീല് പൊട്ടിക്കാൻ ഈ ലോകത്താരെ കൊണ്ടാ പറ്റാ? ഒരുത്തനെ കൊണ്ടും പറ്റൂല. അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു കാലത്തും ഈമാനിന്റെ പ്രകാശം കയറൂല. അല്ല എഴുതി തള്ളി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇടൂല്ലേ? റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ ഈ ഭൂമിയിലുള്ള സർവ്വ ശൈത്താന്മാരെയും പിടിച്ചു കെട്ടിയിടൂല്ലേ? പറയടോ കാക്ക, ഇടുവോ? കെട്ടിയിടുവോ? നിങ്ങളുടെ നാട്ടിൽ ഇടൂല്ലേ? കെട്ടിയിടും. എല്ലാ ശൈത്താന്മാരെയും കെട്ടിയിടും. എന്നിട്ട് നോമ്പ് പിടിക്കാതെ നടക്കുന്ന ചില കാക്കാമാരില്ലേ? റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാതെ, പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാതെ, പരസ്യമായി മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ച് നടക്കുന്ന കാക്കാമാരെ കണ്ടിട്ടില്ലേ? എടാ, അമുസ്ലിമായ സഹോദരൻ ചോദിക്കുന്നു, ഇത് റമളാനല്ലേ, നിനക്ക് നോമ്പില്ലേ? പോടാ, നിന്റെ പണി നോക്കടാ. അവൻ പോലും നോമ്പ് പിടിക്കും. അമുസ്ലിമായ സഹോദരങ്ങൾ പോലും റമളാനിൽ നോമ്പ് പിടിക്കുന്നവരില്ലേ? റമളാനിനെ ആദരിക്കുന്നവരില്ലേ? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പെണ്ണുമ്പിള്ള ചോദിക്കുന്നു, ഇക്കാ നിങ്ങളുടെ രോഗം പിടിച്ച് കിടക്കണ വാപ്പ വരെ നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ എന്തേ നോമ്പ് പിടിക്കാത്ത? പൊടി മാറി ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതങ്ങനാടോ? അള്ളാഹു ചിലതിനെ അങ്ങ് എഴുതി തള്ളിക്കളയും. നന്നാകാത്തതിന്റെ കാരണം അതാ. പിന്നെ അവനെ നന്നാക്കാൻ ഉസ്താദിനെ കൊണ്ട് പറ്റുമോ? ഇല്ല, ആരെ കൊണ്ടും പറ്റൂല. അള്ളാഹു സീലടച്ചു കഴിഞ്ഞാൽ അങ്ങനെ സീല് വെച്ച് കഴിഞ്ഞാൽ പോയി. ഇന്ത്യയുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഒരു സീല് വെച്ചാൽ കഴിഞ്ഞില്ലേ? ഇതുപോലെയാണ് അള്ളാഹു സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ പറ്റില്ലടോ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരുത്തന് നന്നാകണമെന്ന് അവന് തോന്നണം. സിറാജിന് നന്നാകണമെന്ന് സിറാജിന് തോന്നണം. നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ? ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നിയാലേ അള്ളാഹു അവനെ നന്നാക്കൂ. അതുകൊണ്ട് തന്നെ ആ 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ, 99 പേരെ കൊന്ന ഒരു മനുഷ്യന് 99 പേരെ കൊന്നപ്പോഴാ ഓൻ ചെയ്യണത് തെറ്റാണെന്ന് തോന്നിയേ. 99 പേരെ കൊന്നപ്പോ ആ മനുഷ്യനൊരു കുറ്റബോധം, അല്ല ഞാൻ കൊലപാതകിയാണല്ലോ, ഞാൻ ചെയ്യുന്നത് പാപമാണല്ലോ. അപ്പൊ ഒരു കാക്ക വരുന്നുണ്ട്. ഒരു കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു, കാ ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുവോ? അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ആ കാക്ക പറഞ്ഞു, നിനക്ക് 99 പേരെ കൊന്ന നിനക്കല്ല പുറത്തു തരാനോ? നീ നരകത്തിലാടാ. അപ്പൊ ചങ്ങാതി വിചാരിച്ചു, എന്തായാലും പോവല്ലേ, ഇവനെ കൂടെ അങ്ങ് തീർത്തേക്കാം. 100 തികച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 100 പേരെ കൊന്നു. 100 പേരെ കൊന്നു കഴിഞ്ഞപ്പോഴും ഇവന് കുറ്റബോധം, 100 എണ്ണത്തിനെ കൊന്നല്ലോ അല്ല. അപ്പൊ ഒരു ഉസ്താദ് വരുന്നുണ്ട്, ഇൽമ പഠിച്ച ഒരു ആലിമ വരുന്നുണ്ട്. ഉസ്താദിനെ കണ്ടപ്പോ ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദേ 99 1 100 തികച്ചിട്ട് വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം ഞാൻ പറയാം. പഠിക്കേണ്ട ഒരു ഗുണപാഠം, എപ്പോഴും ദീനിന്റെ വിഷയം മസ്അലകൾ ചോദിക്കുകയാണെങ്കിൽ കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, പള്ളിയിലെ ഖത്തീബിനോട് തന്നെ ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ദീനിന്റെ വിഷയം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കണം? പറയടോ. ദീനിന്റെ വിഷയങ്ങൾ മസ്അല ചോദിക്കുമ്പോൾ ആരോട്? പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയോ? പ്രസിഡന്റിനോ കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പഠിച്ച ആളോട് തന്നെ ചോദിക്കണം. കാരണം ആദ്യം വന്ന കാക്ക അങ്ങനത്തെ ഒരാളായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, കാക്ക ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല പുറത്തു തരുവോ? ആ പാവപ്പെട്ടവന്റെ അറിവ് വെച്ച് പറഞ്ഞ് നീ സ്വർഗത്തിൽ പോത്തില്ലെന്ന്. നേരെ പള്ളിക്കുഴിയിൽ പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ ആലിമിനോട് ചോദിച്ചു, ഉസ്താദെ
100 തികച്ചിട്ട് വരികയെ അല്ല പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു പുറത്തു തരും. ഉസ്താദ് പഠിച്ച അറിവ് വെച്ച് പറഞ്ഞു കൊടുത്തു, മോനെ അല്ല നിനക്ക് പുറത്തു തരും, നീ തൗബ ചെയ്യ്, ഈ നാട്ടിൽ നീ കഴിയണ്ട, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, നീ അവിടെ പൊക്കോ. ഇതാണ് ഉസ്താദ്. അവിടെ ആ മനുഷ്യൻ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന സമയത്തും മരണപ്പെട്ടു. ഈ മനുഷ്യൻ മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ 100 കൊലപാതകം ചെയ്തവനാ, ഇവൻ ഞങ്ങൾക്കുള്ളതാ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ തൗബ ചെയ്തിട്ട് വരുന്നവനാ, തരൂല. എടാ, 100 കൊല ചെയ്ത മനുഷ്യന് വേണ്ടി നരകത്തിന്റെ മലക്കും സ്വർഗത്തിന്റെ മലക്കുകളും പരസ്പരം തർക്കമായി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ തർക്കം തീർക്കാൻ അള്ളാഹു മധ്യസ്ഥനെ വരെ പറഞ്ഞു വിട്ടു. എന്നാ നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും തർക്കം നടക്കും. സ്വർഗത്തിനും നരകത്തിനുമല്ല, വാപ്പാടെ സ്വത്തിനു വേണ്ടി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 100 കൊല ചെയ്തവന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കം. നമ്മുടെ വീട്ടിൽ ഉമ്മാടെ മാല എനിക്കുള്ളതാ, ആ ബാങ്കിൽ കിടക്കുന്നത് എനിക്കുള്ളതാ, കുടുംബ വീട് എനിക്കുള്ളതാ, നീ വേറെ നോക്കിക്കോ, തമ്മി തല്ലും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എടോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ട നീ നന്നാക്, നീ അത് ചിന്തിക്ക്. ഇത് വേറൊന്നുമല്ല, സംഗീതമല്ല, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിന് നൽകേണ്ട ഒരു പരിഗണന നൽക്, അതിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം നീ കൊടുക്ക്. ഇല്ലെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു പറയുകയാ, പിന്നെ ഒരു കാലത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആയത്തേതാ? അള്ളാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്. ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട്, മോനെ നിസ്കരിക്കണേ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാ നിസ്കരിക്കണേ. കള്ള് കുടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, മോനെ വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, അള്ളാനെ ഭയന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ. പെണ്ണെ തലമറയ്ക്കണ്, നിന്റെ ശബ്ദം പോലും ഔറത്താണ്, നിന്റെ സലാണ് സലാം പോലും പറയരുതെന്നാണ് പടച്ചവനെ ഉസ്താദന്മാര് പറയുകയാ. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. അല്ലാത്തവർക്ക് അള്ളാഹു ഭയാനകമായ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലെ തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ ഒരു 70 ഒരംശമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരോട് ഇത് പറയുമ്പോ അവര് ചോദിക്കുന്നു, ഉസ്താദേ ഇതൊക്കെ വിവരമില്ലാത്തവരോട് പറ, പ്രായമുള്ളവരോട് ചെന്ന് പറ, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്തൊരു തള്ളലാ ഉസ്താദ്. ചെറുപ്പക്കാര് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്, എവിടെയാണ്? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിനടിത്തട്ടിലാണോ, എവിടെയാ ഉസ്താദേ നിങ്ങൾ പറയുന്ന നരകമിരിക്കുന്നത്? പെൺകുട്ടികൾ പരിഹസിക്കുകയാണ്. എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ? ഞങ്ങൾ അവിടെ പൊക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് നരകമെവിടെയാണെന്ന് ചോദിച്ച് കളിയാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ, എൻ്റെ പെങ്ങളെ, അള്ളാഹുവിൻ്റെ നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോള്. എപ്പോഴാണ് കാണുന്നത്?
എപ്പോഴാണ് നരകം കാണുന്നത്? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മുതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, പടച്ചവനെ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ നാളെ പരലോകത്തേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ് കടന്നു വരുന്നത്. സഹോദരാ, ഫാൻ ഓഫാക്കിയപ്പോ നിന്റെ ശരീരം വിയർക്കുന്നല്ലോ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത ചൂടല്ലേ. ശരീരത്തിലെ ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന പെങ്ങള് 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യന് അതിന്റെ ചൂട് പോലും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. മോനെ, ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? മോനെ, പഴയ വീട് കെട്ടുന്ന ആ മണ്ണിന്റെ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനാടാ അത് ചുമന്ന നിറമായത്? നീ കണ്ടിട്ടുണ്ടോ? അടുക്കി വെച്ച് പച്ച വിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അടുത്തു പോയിട്ടുണ്ടോ സഹോദരാ? എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടില്ല? കാളയുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാ. ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കാളയുടെ വായിൽ നിന്നല്ല, മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. ചോറ് വെക്കുന്ന പെങ്ങള് അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കണ്ടവളല്ലേ ഉമ്മാ? അല്ലാഹുവിന്റെ പരലോകത്ത്, അള്ളാന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാറുണ്ട്. പടച്ചവനെ, ഒരു ചാണ് മുകളിലാട് 15 ലക്ഷത്തോളം കിലോമീറ്ററിന് മുകളിലല്ല ആ സൂര്യനെ അള്ളാഹു താഴേക്ക് ഇറക്കുകയാണ്. ഒരു ചാണ് മുകളിൽ സൂര്യന് ഉടുതുണിയില്ല, ചെമ്പിന്റെ തറയിലാ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പറയുന്നു, മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെ കൊണ്ടുവരാനാ? അല്ലാഹുവിന്റെ കൽപ്പനയാ മാലിക്.
അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ അതാ മാലിക് എന്ന് പറയുന്ന മലക്കുകൾ തന്റെ അനുയായികളെ വിളിക്കുകയാണ്, ചങ്ങല എടുത്തു കൊണ്ടുവാ, ചങ്ങല എടുത്തു കൊണ്ടുവാ. 70,000 ചങ്ങല, 70,000 ചങ്ങല. മോനെ, ചങ്ങല കണ്ടിട്ടുണ്ടോ? ചങ്ങലയിലെ കൊളുത്തുകൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. നാളെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകള് കരഞ്ഞു വിളിച്ചുകൊണ്ട് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് 70,000 ചങ്ങലകളിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ നീ പറയുമടാ ചെറുപ്പക്കാരാ, എവിടെയാണെന്ന് ചോദിച്ച പെങ്ങള് അല്ലാഹുവോട് പറയുകയാ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. എന്റെ രക്ഷിതാവായ അല്ലാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ. അള്ളാഹിനോട് പറയാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു, നരകത്തിന്റെ തീ കണ്ടു, നരകത്തിന്റെ വലുപ്പം കണ്ടു, നരകത്തിന്റെ ശിക്ഷ കണ്ടു. വസമിഅനാ, ഞാൻ കേട്ടു പടച്ചവനെ ശബ്ദം, ആ നരകത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹുവേ ഫർജിഅനാ, ഒരു ചാൻസ് താ അല്ലാഹ്, ഒരവസരം താ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറയുന്നു, നിസ്കരിക്ക്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ പോയി നിസ്കരിക്ക്. ആരാപ്പാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ ചാരത്തിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ ബാങ്ക് വിളിക്കുന്നടാ. പള്ളിയിലെ മുഅദ്ദിനെ പിന്നെ എന്തിനാ നിർത്തിയിരിക്കണേ? ബാങ്ക് വിളിക്കാൻ. അയാളുടെ ജോലി ചെയ്തു. ശമ്പളം കൊടുത്ത് മോദീനെ നിർത്തിയിരിക്കണ ബാങ്ക് വിളിക്കാൻ. അയാളുടെ പണി ചെയ്തോ? എടാ, നിസ്കാരം നടക്കുന്നതാ, ഹത്തീബിന്റെ പണി ചെയ്യുന്നു, നീ പോണില്ലേ? എനിക്ക് വെള്ളിയാഴ്ച പോയാൽ മതി, ബാക്കിയൊക്കെ പ്രായമുള്ളവർക്കുള്ളതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാൻ മടിയടോ നമുക്ക് പലർക്കും നിസ്കരിക്കാൻ വല്ലാത്ത മടിയാ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും 5 വഖത്ത് നിസ്കരിക്കുന്നവരാ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ? നിങ്ങളെല്ലാവരും നിസ്കരിക്കും, പക്ഷേ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ. സമയത്ത് നിസ്കരിക്കോ? അതില്ല. നിനക്ക് സമയത്ത് നിസ്കരിക്കാൻ വൈദ പെണ്ണുങ്ങളിരിക്കുന്നു. ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാ ളുഹർ നിസ്കരിക്കുന്നത്? 12:30 ആകുമ്പോൾ പാവ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ. പാവ ആമിനത്ത മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഓള് മീൻ വെട്ടണം, സാമ്പാർ വെക്കണം, കറി വെക്കണം, ചോറ് വെക്കണം, തോരൻ വെക്കണം, പിന്നെ കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:45 ഒരു പോക്കുണ്ട് ളുഹർ നിസ്കരിക്കാൻ. അല്ലാഹു അലം. നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ ഈ ബാങ്ക് വിളിക്കുന്നത്? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ആമിനാത്ത, നിനക്ക് തോന്നുമ്പോഴല്ല നിസ്കരിക്കണ്ടേ, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാ നിസ്കരിക്കണ്ടേന്ന്. എടോ നിസ്കരിക്ക. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിസ്കരിക്കുന്നവന്, അലസത കാണിക്കുന്നവന്, കൃത്യനിഷ്ഠയില്ലാത്തവന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു വൈലെന്ന് പറയുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കള് നിസ്കരിക്കോ? ഞാൻ ചോദിക്കട്ടെ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം,
10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. എന്ത് ചെയ്യണം? പറ കാക്കാമാര്, എന്ത് ചെയ്യണം? പറയടാ മക്കളെ, എന്ത് ചെയ്യണോടാ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നല്ലേ? ആണോ അല്ലേ? നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഏതെങ്കിലും ഉമ്മയ്ക്ക് ധൈര്യമുണ്ടോ? നിസ്കരിക്കാത്തതിൻ്റെ പേര് മോളെ തല്ലിയ ഒരു ഉമ്മ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കൈവക്കാത്ത നിങ്ങളുടെയൊക്കെ മക്കൾ 5 നേരം ഈ പള്ളി വന്ന് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണോ നമ്മുടെ അവസ്ഥ? ഇതാണ് നമ്മളുടെ അവസ്ഥ. എൻ്റെ പ്രിയ, പിന്നെ മക്കളോട് നിസ്കരിക്കടാ എന്ന് പറയാൻ വാപ്പായ്ക്ക് അവകാശമില്ല. വാപ്പ എങ്ങാണ് മക്കളോട് പോയി നിസ്കരിക്കാൻ പറഞ്ഞാൽ അവൻ പറയാം, ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. നിസ്കരിക്കാൻ പറഞ്ഞാൽ മടി. മോനെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറയുന്നു, മോനെ കള്ള് കുടിക്കരുത്. ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ഇപ്പൊ ആരും കള്ളു കുടിക്കുന്നില്ല. കഞ്ചാവ് അടിക്കുന്നത്. ഇപ്പൊ കള്ളൊന്നും ആർക്കും വേണ്ടോ, അതൊക്കെ പാവങ്ങൾക്ക്. ഇപ്പൊ എല്ലാം MDM കൂടിയ ഐറ്റങ്ങൾ. പടച്ചവനെ അതൊക്കെ അടിക്കുന്നത്. ഉസ്താദന്മാരോട് ചോദിക്കും, വേണമെങ്കിൽ നിങ്ങൾ ഇത്തിരി വലിച്ചു വെക്കാൻ പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് പള്ളിയിൽ കഞ്ചാവിനെതിരെ വഴുതു പറഞ്ഞു. വൈകുന്നേര സമയത്ത് ഒരു സ്ഥലത്ത് കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടുന്നു. കഞ്ചാവ് അടിക്കുന്നതിനെ കുറിച്ച് പള്ളിയിലെ ഖതീബ് പ്രസംഗിച്ചു. സുബഹിക്ക് പള്ളിയിൽ പോയതാ, എറിഞ്ഞ് തറയിലിട്ടു. പാവപ്പെട്ടവൻ ഹോസ്പിറ്റലില്ല. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെണ്ണുങ്ങളോട് പറയുകയാ, ഇന്നത്തെ കുട്ടികളോട് നമ്മൾ ആലോചിക്കേ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കേ. എടാ മോനെ, മുടി വെട്ടടാ, ഒന്ന് മുടി വെട്ടടാ. എന്ത് മുടി അല്ലേ? ചെറുപ്പക്കാരുടെയൊക്കെ തല എല്ലും തോല് പോലെ ഇരിക്കും. ഉഹദ് മലയോളം വലിപ്പം അവൻ്റെ തലയ്ക്കുണ്ടാകും മുടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെട്ടാൻ പറഞ്ഞ ഉസ്താദ് പറയാം മുടി വെട്ടടാ. ഉസ്താനെ കാണുമ്പോൾ തൊപ്പിയൊക്കെ നിരത്തി വെച്ചോണ്ടാ വരുന്നത്. ഇങ്ങനെ എന്നാ തക്കുവാന്നറിയോ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി, അല്ലാഹുവേ, മോനേടാ, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം ഔറത്ത. എടാ ഒന്ന് മറച്ചുകൊണ്ട് നടക്ക്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ തുടകീറിയ പാൻറ് വിട്ടുകൊണ്ടാണ് നടക്കുന്ന മക്കള്. അല്ലാഹു ഒരു ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. വാപ്പ വലിയ മോലാളിയ, കാറും വീടും പൈസയൊക്കെ ഉണ്ട്. മോനാണെങ്കിൽ കീറിയ പാൻറ്. അല്ലാഹു അവൻ്റെ വാപ്പയ്ക്ക് കരുണ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മോന് കീറാത്ത ഒരു പാൻറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള്, നമ്മുടെ ഉമ്മമാര് തുണി കഴുകുന്ന സമയത്ത് ഒരു ബട്ടൻസ് പോയിട്ടുണ്ടെങ്കിൽ തച്ച് തരും. അല്ലാഹുവേ, ഇന്ന് മക്കളുടെ കീറിയ പാൻറ് കണ്ടിട്ട് തച്ചു കൊടുക്കാത്ത ഉമ്മമാർക്ക് നീ ഈമാൻ കൊടുക്കണേ പടച്ചവനെ. അവരുടെ മനസ്സിൽ നീ കരുണ കൊടുക്കണേ റഹ്മാനെ. ഇതാടോ ഇന്നത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ ഇതാ. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയും, നമ്മളെ പറയാൻ പറ്റുന്നത്ര പറയും. പെണ്ണുങ്ങളോട് പറയുകയാവ, വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. പെണ്ണുങ്ങളോട് പറയുന്നു, ആണുങ്ങളോട് പറയുന്നു, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിനോട് അടുക്കുന്നത് പോലും ചെയ്യല്ലേ. ആരോടാ? അല്ലാഹ് പടച്ചവനെ. ഇന്ന് സ്കൂളിൽ പഠിക്കുന്നവർ പരസ്പരം തൊട്ടിയും തട്ടിയും കയ്യും പിടിച്ച് ഒരു കുഴപ്പമില്ലടോ. അതൊക്കെ ഒരു കുഴപ്പമില്ല. ഇന്നതൊന്നും ഒരു പാപമായി ജനങ്ങൾ കാണുന്നില്ല. ഞാൻ ഇന്നലെയും ഞാൻ നോക്കുമ്പോൾ ഒരു ടൗണിൽ, ഇന്നലെയുമല്ല, ഞാൻ നിങ്ങളുടെ സ്കൂള് വിട്ടു വരുന്ന സമയം ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം പെൺകുട്ടി സ്കൂള് വിട്ടിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുക. തെറ്റല്ലടോ. ഇന്നിപ്പോൾ അങ്ങനാണല്ലോ. കുട്ടികൾ എന്തോ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇടിക്കും, എന്നിട്ട് അതിന് കൊടുക്കുക ഗിഫ്റ്റ്. ഇന്ന് തൊടലും പിടിക്കലൊന്നും കുഴപ്പമില്ല. അളിയാന്ന് പറഞ്ഞ് തോളത്ത് കെട്ടണ പോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ബൈക്കിൻ്റെ പുറകെ കയറാ പോവാ, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയാൻ പാടില്ല. ഇപ്പം പെണ്ണുങ്ങൾ പറയും, ഇതൊക്കെ ഉസ്താദിന് കിട്ടാത്തതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നതെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ, നിന്റെ കൂടെ പഠിക്കുന്ന ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ, അവളെ തൊടുന്നതിനേക്കാളും നല്ലത്
തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിഹിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നിയെ പോയി കെട്ടിപ്പിടിക്ക്, അതാ നല്ലത്. ആ പന്നിയെ പോയി നീ കെട്ടിപ്പിടിക്ക്. കാരണം 7 വെള്ളത്തിൽ കഴുകിയ അത് ശുദ്ധമാകും. ഈ പാപം നീ എവിടെ കൊണ്ട് കഴുകും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ പാപമല്ലാത്ത കാലം. ആരോടാ? പടച്ചവനെ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാ, എടാ അതിങ്ങെടുക്കടാ എന്ന്. ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് എടാന്നാ. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഭാര്യമാരെന്താ വിളിക്കണമെന്ന് എനിക്കറിയില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ, ആമീൻ പറയടോ. ഇതാ അവസ്ഥ, നമ്മുടെ അവസ്ഥ. എടാ വാടാ പോടാ. ഭർത്താവിനെ പെണ്ണുങ്ങൾ പേര് വിളിക്കും. പെണ്ണുങ്ങൾ ഭർത്താവിനെ പേര് വിളിക്കുന്നവരുണ്ടല്ലോ, ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന പെൺകുട്ടികളുണ്ട്. അങ്ങനെ പ്രേമിച്ച് കെട്ടിയവരൊക്കെ അങ്ങനെ വിളിക്കുക, പേരാ വിളിക്കുക അല്ലേ? പേര് വിളിക്കാൻ പാടുണ്ടോടോ? ഞാൻ ഈ വയത് പറഞ്ഞപ്പോ, പെണ്ണുങ്ങൾ ഭർത്താവിനെ പേര് വിളിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഒരു പെണ്ണ് പ്രസംഗത്തിന്റെ താഴെ ചോദിക്കുന്നുണ്ട്, അലിയാര് തങ്ങളെ ഫാത്തിമ യാ അലി എന്നല്ലേ വിളിച്ച്? അങ്ങനെ അലിയാര് തങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ യാ അലി എന്നല്ലേ അലി എന്നല്ലേ വിളിച്ചേ? അപ്പൊ ഫാത്തിമയ്ക്ക് അലിയെ പേര് വിളിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താ വിളിച്ച അല്ലേ? അലിയാര് തങ്ങളും ഫാത്തിമ ബീബിയും ഒരു വീടിനകത്ത് ചെറുപ്പം മുതൽ വളർന്നവരാ. അതറിയോ? അലി എന്നല്ലല്ലോ വിളിച്ചേ, യാ അലി എന്നല്ലേ വിളിച്ചേ? ഭർത്താവിന്റെ പേര് വിളിക്കുന്നത്. ഇനിയിപ്പൊ നാളെ വാപ്പാടെ പേര് അബൂബക്കർ എന്ന, അബൂബക്കർ വാപ്പാന്ന് വിളിച്ച എങ്ങനെ ഇരിക്കും മക്കള്? എങ്ങനെ ഇരിക്കും? അള്ളാഹു നമുക്ക് പരസ്പരം ബഹുമാനിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.